കുടുംബബന്ധം സ്വർഗ്ഗത്തിലെത്താൻ പറ്റുന്ന അമലാണ്. കുടുംബബന്ധം ചേർക്കലിലൂടെ നാവാവുന്ന വലിയാവണമെന്നൊന്നുമില്ല. കുടുംബബന്ധം നാവിന് ബർക്കത്തുണ്ട്. അയാളുടെ ദുആയിരിക്കും. കുടുംബബന്ധം ചേർക്കാത്ത ആൾക്ക് കുടുംബബന്ധം നിൽക്കുന്ന ആൾക്ക് ബന്ധം മുറിച്ച് ഉണ്ടാവുന്ന ദുരന്തം എന്താണെന്നറിയോ? മഹത്തമുള്ള സമയങ്ങളുടെ എല്ലാത്തിന്റെയും ബർക്കത്ത് ഡിലീറ്റ് ആക്കും. അതാണ് ആദ്യത്തെ ദുരന്തം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹയുടെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബിൽ കാണാം. അയാളിൽ അല്ലാഹു എടുത്തു കളയുന്നത് ലൈലത്തുൽ ബറാത്തിന്റെ രാവ്. ഇങ്ങനെ മഹത്തമുള്ള സമയമുണ്ട്. അതിന്റെ മുഴുവൻ ബർക്കത്ത് അയാളിൽ നിന്ന് ഡിലീറ്റ് ആക്കും. ആളെ കുത്തിമറട്ടും കാര്യമില്ല. ലൈലത്തുൽ ഖദർ ബറാത്ത് ഏത് രാവിലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കൂല. കുടുംബബന്ധം തെറ്റിച്ചവന് നഷ്ടപ്പെടുന്ന ആദ്യ ബർക്കത്ത്. അയാൾ മജ്ലിസിൽ തന്നെ ദുആ സ്വീകരിക്കൂലത്രേ. ജ്യേഷ്ഠനോട് പരിഗണന കൊടുക്കണം. ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ പറയുന്നു. ജ്യേഷ്ഠന്മാരെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അനുജനോട് മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. നമ്മളെ മക്കൾ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ നമ്മൾ സഹായിക്കും. അതേപോലെ തന്നെ ഷോപ്പ് പൊട്ടിപ്പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ആരോട് ചോദിച്ചിട്ടാ തുടങ്ങി എന്നൊന്നും പറയരുത്. ജ്യേഷ്ഠനോട് കാര്യം. അതാണ് ഇസ്ലാം പറയുന്നത്. പരിഗണന ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന തന്നെയാണോ മൂത്തമ്മ ഇളയമ്മമാരെ സഹോദരിമാരെ ലഭിക്കുക? ആ കുറ്റം തന്നെയാണോ എന്ന് ഇമാമിങ്ങൾക്ക് ചർച്ചയുണ്ട്. സർക്കശി ഇമാമിന്റെ വീക്ഷണപ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുന്ന ഗൗരവകരമായ ചർച്ചയാണ്. ഉപ്പാന്റെ പരിഗണന കൊടുക്കണം. വലിയ കുടുംബബന്ധം അതിന്റെ മീതെ ഒരു ലോകത്തില്ല.